കൂട്ടത്തിൽ വിഷയത്തിൽ എനിക്ക് അതിജീവിതന്റെ കൂടെയാണെന്ന് പറയാനാണ് ആഗ്രഹം. അതിജീവിതൻ ആണ് ഇപ്പോഴും ദ മോസ്റ്റ് അൺഹാപ്പി പേഴ്സൺ റൈറ്റ് നൗ. എനിക്കങ്ങനെയാണ് അഭിപ്രായം. അപ്പൊ ആ അതിജീവിതന് മനക്കരുത്തുണ്ടാകട്ടെ. അദ്ദേഹത്തിനൊപ്പമുണ്ട്, പിന്നെ സത്യത്തിനൊപ്പവും. അത് അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ എന്നത് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി തീരുമാനിക്കട്ടെ. അതിനുശേഷം ഈ ചേച്ചി രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ അറിയാം, പത്തനംതിട്ടയിൽ ഇവരും കേസ് കൊടുത്തിട്ടുണ്ട് അതിജീവിതയ്ക്കെതിരെ. സംഭവങ്ങളൊക്കെ ശരി തന്നെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ 3 കേസുണ്ട് നിലവിൽ. ഇത് 3 കേസിലും ഉഭയകക്ഷിബന്ധമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അവിടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് 2 എണ്ണത്തിനെ ഗർഭിണിയാക്കി എന്നുള്ളതാണ് പറയുന്നത്, പ്രഗ്നൻ്റ് ആക്കി എന്നുള്ളത്. പിന്നെ എന്നാൽ ചോദിക്കുക, അപ്പുറത്തുള്ള ആൾ വെടിപ്പായിരിക്കും. തെറ്റുകുറ്റങ്ങൾ 2 ഇടത്ത് നടന്നിട്ടുണ്ട്, അത് പുള്ളിക്കാരൻ സമ്മതിക്കുന്നുണ്ട്. സോ ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന പേഴ്സൺ എന്ന് വെച്ചാൽ നമ്മൾ ബിഗിനിങ് സ്റ്റേജിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് വന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എണ്ണം കൂടുകയാണ്. ഇനിയും ആൾക്കാർ മുന്നോട്ട് വരും. അപ്പോൾ ഇനി എന്താ പറയുക ചേച്ചി, എന്താ പറഞ്ഞിട്ട് മേടിക്കും? നിങ്ങളുടെ വീട്ടിലും പെങ്ങളും അല്ലെങ്കിൽ അമ്മ അതേപോലെ ആൾക്കാരല്ലേ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എന്തായാലും സപ്പോർട്ട് ചെയ്യില്ല. പുള്ളി കാണിച്ചത് കണ്ണം തിരുവൻ. ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പൊളിറ്റിക്സിൽ ഇത്രയും വലിയ ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള പേഴ്സൺ, ഒരുപാട് ഘോര പ്രസംഗിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും തള്ളി സംസാരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ കാഴ്ചവെക്കുമ്പോൾ കുറച്ച് പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർ വല്ലാണ്ട് കുറ്റം പറയുന്ന ആൾ പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പം ഇയാൾ വേൾഡ് നമ്പർ 1 കോഴിയാണെന്നുള്ള കാര്യം ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിപ്പം ചാറ്റിലുള്ളത് മെനി മോർ ഗേൾസ്. ഇത് നേരിട്ടുള്ള ഇൻ്റർഫിയറിംഗ് ആണ് 3 എണ്ണം ഉള്ളത്. അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ പെർഫെക്റ്റ് ആണ്. അപ്പം ഒരു മര്യാദയ്ക്കല്ലേ ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഒരു മര്യാദ വേണം. ഇവർക്ക് അത്രയും കേസ് എടുക്കാൻ സാധ്യതയുണ്ട്. നമ്മളും കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരനെ പോട്ടെന്ന് വയ്ക്കാം. പക്ഷേ പിന്നെ 2 അതിജീവിതന്മാർ പത്തനംതിട്ടത്തിലുള്ള സ്ട്രോങ് ആണ്. പിന്നെ ആദ്യത്തെ അതിജീവിതയും ഇത് 2ഉം പ്രഗ്നൻ്റ് ആക്കിയിട്ടുള്ളതാണ്. എന്നാൽ ചോദിക്കും മറ്റവരൊക്കെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചിട്ടാണ് ഇയാൾ കൂടെ വന്നതെന്ന് പറയും. ഇപ്പം ഇയാൾ വെറുതെയാണോ പോയത്? ഫ്ലാറ്റ് മറ്റേത് വേണം ഇത് വേണോ അങ്ങനെയുള്ള പരിപാടി നടന്നിട്ടുണ്ടോ? വിഹിതം തന്നെയല്ലോ. മനസ്സിലായി. നാളെ മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചി എന്ന് പറഞ്ഞോണം. രാഹുലിന് അതൊരു കുഴപ്പമില്ല. അവൻ ഇളിച്ചുകൊണ്ടാണ് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. പിന്നെ പൊളിറ്റിക്സിലൊരു ഫ്യൂച്ചർ അത് കഴിഞ്ഞ് രാഹുലിൻ്റെ ഇനി നോക്കണ്ട. ഇനി എത്ര പേര് വന്ന് മെഴുകിയെന്ന് പറഞ്ഞാൽ ഇനി അതിനകത്തൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല. സ്വന്തം പാർട്ടിക്കാർക്ക് പോലും വേണ്ട പുള്ളിക്കാരനെ, രാഹുൽ മാങ്കൂട്ടത്തിന്. അപ്പം ഞാനൊക്കെ ബിഗിനിങ് സ്റ്റേജിൽ സപ്പോർട്ട് ചെയ്തുള്ള പേഴ്സൺ പിന്നീട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ കേസിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ട് വരുവാണ്. ഇനി അടുത്ത ജില്ലയിലുള്ള ആൾക്കാർ അടുത്ത അതിജീവിതകളൊക്കെ മുന്നോട്ട് വരുമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞു രാഹുൽ. അപ്പോൾ ഇനിയും നേരം വെളുക്കാത്ത കുറച്ച് ആൾക്കാർ നേരം വെളുക്കുക സപ്പോർട്ട് ചെയ്യുന്നതിന് യാതൊരു അർത്ഥമില്ല. ഞാനൊരു പാർട്ടിയിലും ഇല്ല ഉള്ള കാര്യം തുറന്ന് പറയാം. ഞാൻ BJP ഉള്ള ടീംസ് നമ്മുടെ കൂട്ടുകാരാണ്, കമ്മ്യൂണിസ്റ്റിലുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടുകാരാണ്, കോൺഗ്രസ്സിൽ ചങ്കുകൾ ഇഷ്ടം പോലെ ഉണ്ട് കൂട്ടുകാർ. ഉള്ളതായും ഒരു സാധാരണ പൗരെന്നുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യാണ്. പുള്ളി 100% തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പുള്ളി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഉഭയകക്ഷിയാണ്, എന്ത് തേങ്ങ കക്ഷിയാന്ന് പറഞ്ഞാലും പരിപാടിക്ക് പോയല്ലേ. അതും പ്രഗ്നൻ്റ് ആക്കി ബേബി വേണം, ഫ്ലാറ്റ് വേണം, തേങ്ങ മറ്റേത് വേണം, ഇത് വേണം. അവരും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു പേഴ്സൺ, MLA പേഴ്സൺ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് തന്നെ നാട്ടിൽ പറയുന്നത്. വേറെ എന്തെങ്കിലും ആണെങ്കിൽ വിഷയം എന്നുള്ളത്. എന്നാൽ ഓപ്പോസിറ്റുള്ള ആൾക്കാരെല്ലാം പെർഫെക്റ്റ് ആൾക്കാരാണോ മുകേഷ് MLA വരുന്നത്? പക്ഷേ അവരാരും പ്രഗ്നൻ്റ് ആക്കാൻ പോയില്ല. അവർ വ്യക്തമായിട്ടുള്ള എവിഡൻസ് വന്നിട്ടില്ല മുന്നോട്ട്. ഇതെന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള എവിഡൻസ് ആണ് നിരത്തുന്നത്. എനിവേ, രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. പുള്ളിക്കാരൻ്റെ ഒരു ഫ്യൂച്ചറില്ല രാഷ്ട്രീയത്തിൽ. ഉള്ള കാര്യം തുറന്നു പറയാം, കഴിഞ്ഞ റിജക്ഷൻ ഇങ്ങനത്തെ ഒരു കാര്യം ഇനി പൊങ്ങത്തില്ല. ആ മാതിരി ആയിട്ടുണ്ട്. നാണം കെട്ട് ഊപ്പാട് വന്നിട്ടുണ്ട്. ഇനി ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവും തോന്നുന്നില്ല. ബിക്കോസ് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ വേണ്ട പുള്ളിക്കാരനെ. പിന്നെ ആര് സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ കുറച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? ബാക്കി നിങ്ങൾ പറയും. ഇത് എൻ്റെ പേഴ്സണലി വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഡൈജസ്റ്റ് ആവില്ല. ഞാൻ ബിഗിനിങ് സ്റ്റേജിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്, രാഹുൽ ഈശ്വർ എന്ന് ഓരോ പ്രസംഗിക്കുന്നതാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള പേഴ്സണാണ്. പിന്നെ ഇങ്ങനെ കേസിൻ്റെ എണ്ണം കൂടുവാണ്. ഇയാൾ പിന്നെ ഗർഭിണിയാക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആണെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. എനിവേ, ബാക്കി നിങ്ങൾ പറയും. ഷെയർ ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും മോർ റിയാക്ഷൻ വീഡിയോസിനായിട്ട് എൻ്റെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ.